ഹായ് ഹലോ, ഞാൻ സീനയാണേ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനമൺ ചായ ഉണ്ടായി കഴിഞ്ഞിട്ട് വന്നിരുന്ന് നമ്മുടെ പ്ലാനറാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യണത്. പ്ലാനർ ചെയ്യുമ്പോൾ രാവിലെ തന്നെ ചെയ്യുമ്പോൾ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കും. ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ രാത്രിയിലാണ് എഴുതാറ്. അപ്പോൾ തലേ ദിവസം എഴുതി വെച്ചേക്കും. ഇതിപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യമേ അത് ചെയ്തു കേട്ടോ. പെൻഡിങ് ഉണ്ടായിരുന്നു, ഒക്കെ അതെല്ലാം ചെയ്ത് മാറ്റി. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അതെല്ലാം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ്. കാരണം അതെപ്പോൾ സ്കിപ്പ് ചെയ്യണൊരു കാര്യം. ഇപ്പോൾ ഫുഡ് പോയ്സനൊക്കെ അടിച്ച് കിടപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് മെയിനായിട്ട് എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എഴുതിയേക്കണത്. പിന്നെ ഈ പ്ലാനറിൻ്റെ അകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് വെതർ, അതൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഡൂഡിലൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ, കുറച്ചുകൂടിയൊക്കെ ഭംഗിയായിരിക്കും. പ്ലെയിനായിട്ട് കിടക്കില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ വെതർ ഇട്ടു. പിന്നെ നമ്മുടെ മൂഡ്സ്, അതിൻ്റെയും ഞാൻ ഒരു സ്മൈലിയും വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ റെഡി ആവണത് നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാനറിൽ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോകണം എന്നുള്ളതാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് മട്ടാഞ്ചേരിയിൽ പള്ളിയിൽ പോകണം എന്നുണ്ട് കേട്ടോ, അമ്മേനായിട്ട്. അപ്പോൾ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി. നേരത്തെ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. അല്ല പിന്നെ അമ്മ നെയ്യുമ്പോഴത്തേക്ക് റെഡിയാവും നിന്ന് കഴിഞ്ഞാൽ വാരിക്കണേക്കും. അപ്പോൾ അതുകൊണ്ട് പോയി കുളിച്ച് റെഡിയായിട്ട് നിന്നു. മുടിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി. എൻ്റെ മുടി നനഞ്ഞ പൊടി ഞാൻ കെട്ടി വെച്ചിട്ട് മുടിയൊക്കെ ഭയങ്കര മോശമായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, റെഡിയായി. ഞാൻ ഇങ്ങനത്തെ ഇയറിങ്സൊക്കെ ഇടലൊക്കെ കുറവാണ് കേട്ടോ. ഞാൻ ഭയങ്കര ചെറിയ ഇയറിങ്സൊക്കെ ഇടുള്ളൂ. ഇപ്പോൾ പയ്യെ വാങ്ങിച്ച് വെച്ചേക്കണതെല്ലാം യൂസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് വന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ നല്ല തിരക്കായിരിക്കും. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കുന്തിരിക്കവും പിന്നെ കുറച്ച് കൊന്തയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയും കൂടി പോയിട്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാത്രമായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഷാർജ ഷേക്ക് കുടിച്ചു. നമ്മുടെ പള്ളുരുത്തി വെളിയിൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, കുട്ടൻ ചേട്ടൻ്റെ കട, അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും അറിയും. അപ്പോൾ ചേട്ടൻ്റെ കടയിൽ കയറി ഞാൻ അമ്മയും കൂടി കയറി. അവിടെ പോയി ഷേക്ക് കുടിച്ചു. പിന്നെ പാഴ്സലും വാങ്ങിച്ചിട്ട് വീട്ടിലത്തേക്ക് പാഴ്സൽ വാങ്ങിച്ചു. അപ്പോൾ ആ ചേട്ടൻ വന്ന് വർത്താനമൊക്കെ പറയണമായിരുന്നു. ഇങ്ങനെ കുറേ നാളായില്ലേ കണ്ടിട്ട്, അങ്ങനെ വർത്താനമൊക്കെ പറയണമായിരുന്നു. പിന്നെ ഉള്ളത് വീട്ടിലുള്ള ഒരാളുടെ അഭ്യാസങ്ങളാണ് കേട്ടോ ഇത്. Agriculture Multi-State Cooperative Society Limited. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു എന്താ പറയുക, ഇറച്ചിപ്പത്തിരിയോ അങ്ങനെ എന്തൊരു സാധനം അത് ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായി. അത് കഴിച്ചു. പിന്നെ ഇതേ ആൾ നല്ല തകൃതിയായിട്ട് കുക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മൊമെൻ്റൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും ഒരു സന്തോഷം തോന്നും. കാരണം നമ്മളെല്ലാവരും കൂടി ഹാപ്പി ആയിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും എനിക്ക് ഭയങ്കര മെമ്മറബിളാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഞാൻ പയ്യെ കഴിച്ച് തുടങ്ങണേ ഉള്ളൂ ഇങ്ങനത്തെ ഹാർഡായിട്ടുള്ള ഫുഡൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേയിൽ ചെയ്യേണ്ട കുറച്ച് പ്ലാനറിന് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ്, എന്തൊക്കെയാണ് അടുത്ത ദിവസം ചെയ്യേണ്ടത്, പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു ദിവസത്തിലുണ്ടായിരുന്നത്. സ്പെഷ്യലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വന്നു. പിന്നെ കുറച്ച് അത്യാവശ്യം സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണമായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ പീൽ ഓഫ് ആയി പോകണമായിരുന്നു. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ സുഡിയോയുടെ നെയിൽ പെയിൻറ്റ് റിമൂവറാണ് കേട്ടോ യൂസ് ചെയ്ത്. വൈപ്സ് നന്നായിട്ട് റിമൂവ് ആക്കും. പിന്നെ കുറച്ച് ഡ്രൈ ആവുന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഞാനിനി ഉറങ്ങാൻ പണിയാണ്. ബൈ.